ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ റോമൻ വീഥിയിലൂടെയുള്ള അന്ത്യയാത്ര, സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സ്നേഹത്തിൻ്റെ പാപ്പയ്ക്ക് ലോകമൊന്നാകെ വിട നൽകുകയാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ നേരത്തെ ഫാദർ ചൂണ്ടിക്കാട്ടിയതുപോലെ കൈകളിൽ പൂക്കളൊക്കെയായി വിലാപയാത്ര കടന്നു പോകുന്ന റോഡിൻ്റെ ഇരുഭാഗത്തും സ്നേഹത്തിൻ്റെ പാപ്പയ്ക്ക് യാത്രാമൊഴി നൽകാൻ കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി വത്തിക്കാൻ മാറുന്നു. ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ പാപ്പ വിട പറഞ്ഞു പോവുകയാണ്. വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് കൂടി നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. പി ചടങ്ങുകൾ ഏത് ഘട്ടത്തിൽ? പി റീജിത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ സെൻറ് മേരീസ് മേജർ ബസിലിക്കയിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ പള്ളി മണികൾ മുഴങ്ങുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. നേരത്തെ ഇവിടെ സംസ്കാര ശുശ്രൂഷ നടന്നപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ മണിയാണ് മുഴങ്ങിയിരുന്നത്. അതിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് റോമിലെ 4 ബസിലിക്കകളിൽ ഒന്നാണ് ഇപ്പോൾ അന്തിമമായിട്ട് അന്ത്യയാത്രയുടെ ഒടുവിൽ അന്ത്യവിശ്രമം കൊള്ളാനുള്ള സെൻറ് മേരീസ് മേജർ ബസിലിക്ക എന്ന് പറയുന്നത്. അത് റോമിലാണ്. വത്തിക്കാനിലാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എങ്കിൽ 108 ഏക്കർ കടന്ന് 4 കിലോമീറ്ററോളം യാത്ര ചെയ്ത് മാർപ്പാപ്പ എത്തിയിരിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് പ്രിയപ്പെട്ട സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിലാണ്. അത് റോമിലാണ്. റോമിൽ 7 മാർപ്പാപ്പമാരെയാണ് ഈ ബസിലിക്കയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. പക്ഷേ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഈ അടുത്ത കാലത്ത് 1 നൂറ്റാണ്ടിലുള്ള മാർപ്പാപ്പമാരെയൊക്കെ അടക്കം ചെയ്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ മാർപ്പാപ്പമാരെ അടക്കം ചെയ്തിട്ടുള്ളത് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെയാണ്. നേരത്തെ ജോൺ പോൾ 2 മാർപ്പാപ്പയും ബെനഡിക്ട് മാർപ്പാപ്പയും അടക്കമുള്ള മാർപ്പാപ്പമാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് പിറകിൽ നമ്മൾ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയാണ് ഉള്ള ടോംബിലാണ്. അപ്പോൾ അതിൽ വ്യത്യസ്തമായി തനിക്ക് വത്തിക്കാന് പുറത്ത് റോമിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് മാർപ്പാപ്പ രേഖപ്പെടുത്തുകയായിരുന്നു. ഈ അന്ത്യയാത്രയ്ക്കും ഈ അന്ത്യവിശ്രമത്തിനും ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ ശവക്കല്ലറ തീർത്തിരിക്കുന്നത് ലിഗുറിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന, ഇറ്റലിയിലെ ലിഗുറിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കല്ലുകൾ കൊണ്ടാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഹലോ പി ജെയിംസ് കേൾക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ സെൻറ് മേരീസ് മേജർ ബസിലിക്കയിൽ നടക്കുന്ന പ്രാർത്ഥനകളുടെ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ അന്ത്യയാത്ര ചൊല്ലുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ശവക്കല്ലറയുടെ ഒരു പ്രത്യേകത, അലങ്കാരങ്ങളൊന്നും പാടില്ല എന്ന് മാർപ്പാപ്പ മരണപത്രത്തിൽ എഴുതി വച്ചിരുന്നു. അതനുസരിച്ച് യാതൊരു അലങ്കാരങ്ങളുമില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട് വലിയൊരു ശൂന്യതയാണ് ലോകത്തിനുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. 266 മാർപ്പാപ്പ വിട പറഞ്ഞു പോവുകയാണ്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്വാസകോശ അണുബാധയെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലിരിക്കുമ്പോഴും അദ്ദേഹം തിരികെ വരും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നീട് നമ്മളെല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞു പോകുന്നു. അദ്ദേഹത്തിന് അർഹിക്കുന്നൊരു യാത്രാമൊഴി ലോകമൊന്നാകെ ചേർന്ന് നിന്നുകൊണ്ട് നൽകുകയാണ്. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. കാരുണ്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായി അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. സ്നേഹത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ഊർജം ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ വിട പറഞ്ഞു പോവില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഇതൊക്കെ ലോകത്തിന് മുമ്പിൽ നമുക്കൊക്കെ ഒരു വഴിയായി നിൽക്കുന്നുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അശരണർക്കും അഭയാർത്ഥികൾക്കുമൊക്കെ വേണ്ടി എന്നും ശബ്ദിച്ച പാപ്പ ലോകരാഷ്ട്രീയം ചലിക്കുമ്പോൾ അതിലൊക്കെ ഒരു അകക്കണ്ണ് സൂക്ഷിച്ചിരുന്ന മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ലാളിത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഇത്രയും വലിയ പദവിയിലിരിക്കുമ്പോഴും അദ്ദേഹം ആ പദവി എങ്ങനെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും ഒരു മാർഗദീപമായി എങ്ങനെ താൻ പ്രവർത്തിക്കണമെന്നും എന്നത് സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനനുസരിച്ച് അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിച്ചു.
ആ നിലപാടുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിലും ചിലയിടങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് വിമർശനമേൽക്കേണ്ടി വന്നു. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. പക്ഷേ താൻ വിശ്വസിച്ച നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി നമ്മളോടൊപ്പമില്ല. അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുകയാണ്. ലോകമൊന്നാകെ അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുകയാണ്.